ചരിത്രം പാട്ടിലായപ്പോൾ ഞാൻ കൊച്ചിയിൽ നിന്നും മൻസൂർ നൈന. ഇതിനു മുൻപുള്ള ഒരു വീഡിയോയിൽ 1956 പുറത്തിറങ്ങിയ ഹത്തീം തായി എന്ന ചിത്രത്തെക്കുറിച്ച്, അതിലെ ഒരു ഗാനത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഗായക ശ്രേഷ്ഠൻ മുഹമ്മദ് റഫി സാഹിബ് ആലപിച്ച് ഇന്നും സംഗീതാസ്വാദകരുടെ ഹൃദയത്തിൽ അനശ്വരമായി നിലകൊള്ളുന്ന ഒരു മനോഹര ഗാനം. കാലം എത്ര കഴിഞ്ഞാലും കേൾവിക്കാർക്ക് പുതുമ നഷ്ടപ്പെടാത്ത ഭക്തിയുടെയും സമർപ്പണത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും ഒരു അപൂർവ സംഗമമായ ഗാനം. परवरदिगारे आलम तेरा ही है सहारा, तेरे सिवा जहां में कोई नहीं हमारा. ഹത്തീം തായി ഈ പേരിന് പിന്നിലെ യഥാർത്ഥ ചരിത്രം നിങ്ങൾക്കറിയാമോ? ആരാണ് ഈ ഹത്തീം തായി? ഹത്തീം തായി കേവലം ഒരു കഥാപാത്രമല്ല, മറിച്ച് അറേബ്യൻ മണ്ണിൽ യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന ഒരു ചരിത്ര പുരുഷനാണ്. അറബി പേർഷ്യൻ നാടോടി കഥകളിൽ ആവനാഴിയോളം പുകഴ്ത്തപ്പെട്ട ഈ വ്യക്തിത്വത്തെ ആസ്പദമാക്കിയാണ് 1950കളിലെ അപ്രശസ്ത ബോളിവുഡ് ചിത്രം പിറവിയെടുക്കുന്നത്. ഈ ചരിത്രത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൊച്ചിയുമായി ബന്ധിപ്പിക്കുന്ന ഒരു ബോളിവുഡ് ബന്ധം പറയാം. ഹത്തീം തായി എന്ന ഈ ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തിയത് 50കളിലും 60കളിലും ഹിന്ദി സിനിമയിലെ തിളങ്ങുന്ന താരമായിരുന്ന ഷക്കീലയായിരുന്നു. കൊച്ചിയിലെ ഒരു പ്രമുഖ വ്യവസായിയായ YM ഇല്യാസേട്ടാണ് നടി ഷക്കീലയെ വിവാഹം കഴിച്ചത്. ഷക്കീലയുടെ സഹോദരിയും നടിയുമായ നൂർജഹാനെ വിവാഹം കഴിച്ചത് പ്രശസ്ത ഹാസ്യനടൻ ജോണി വാക്കർ എന്ന ബദറുദ്ദീൻ ജമാലുദ്ദീൻ ഖാസിയായിരുന്നു. ഇനി വിഷയത്തിലേക്ക് വരാം. ഹാത്തിം ബിൻ അബ്ദുല്ല ബിൻ സഅദ് അൽ അദ്വി അൽ ദുഅലി അൽ ത്വായി, ഇതാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിൻ്റെ പേര്, പൂർണ്ണമായ നാമം. ഹത്തീം തായി ഇസ്ലാമിന് മുൻപുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അറേബ്യൻ നജദി കവിയും ഒരു തായി ഗോത്ര തലവനുമായി. ഇന്നത്തെ അറേബ്യയിലെ ഹായിൽ പ്രദേശത്തുള്ള അജഅൽ സൽമ മലനിരകൾക്കിടയിലായിരുന്നു അദ്ദേഹം ഗോത്രം വസിച്ചിരുന്നത്. പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിന് തൊട്ടു മുൻപ്, അഥവാ ഇസ്ലാമിന് മുമ്പുള്ള അറേബ്യൻ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഹത്തീം തായി ഇസ്ലാമിൻ്റെ ഉദയത്തിന് തൊട്ടു മുൻപ്, ഏകദേശം 6ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലോ 7ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലോ ആവാം മരണപ്പെട്ടതെന്നാണ് പൊതുവെ ചരിത്രകാരന്മാർ കരുതുന്നത്. അതുല്യമായ ദാനശീലവും അതിഥി സൽക്കാരപ്രിയവും വാക്ക് പാലിക്കുന്നതിലെ കാർക്കശ്യവും ധീരതയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ അടയാളങ്ങൾ. സാഹിത്യത്തിൽ മികവ് പുലർത്തിയിരുന്ന മികച്ച ഒരു കവി കൂടിയായിരുന്നു അദ്ദേഹം. അറബ് ലോകത്ത് അദ്ദേഹം അറിയപ്പെട്ടത് അജ്വദുൽ അറബ്, അറബികളിലെ ഏറ്റവും വലിയ ഉദാര്യവാൻ, കരീമുൽ അറബ് എന്നീ വിശേഷണങ്ങളിലാണ്. അതിനുശേഷമുള്ള കാലഘട്ടങ്ങളിൽ അറബ് സാഹിത്യത്തിൽ ദാനധർമ്മങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഹത്തീം തായിയേക്കാൾ വലിയ ഔദാര്യവാൻ എന്ന് ഉദാഹരിക്കുന്നത് ഒരു പതിവായി മാറി. ഇന്നും ആ പ്രയോഗമുണ്ട്. മുസ്ലിം സൈന്യവും തയ്യ് ഗോത്രവും തമ്മിൽ യുദ്ധമുണ്ടായ വേളയിൽ ഹത്തീം തായിയുടെ മകളായ സഫാന ബിൻ ഹാത്തിം ഉൾപ്പെടെയുള്ളവർ ബന്ദികളാക്കപ്പെട്ടു. അതീവ ബുദ്ധിമതിയും പ്രഗത്ഭയായ കവിയത്രിയുമായിരുന്നു സഫാന. തടവിലാക്കപ്പെട്ട സഫാന പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമുന്നിലെത്തി തൻ്റെ പിതാവ് ഹാത്തീം തായിയുടെ പ്രശസ്തമായ ഔദാര്യത്തെയും ഗോത്രമഹിമയെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് തികഞ്ഞ വിവേകത്തോടെ സംസാരിച്ചു. അവരുടെ വാക്കുകളിലെ സത്യാവസ്ഥയും വിവേകവും കണ്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫാനയോടുള്ള ആദരസൂചകമായി അവരെയും അവരുടെ കൂടെ ഉണ്ടായിരുന്ന തടവുകാരെയും മോചിപ്പിക്കാൻ അനുമതി നൽകിയിരുന്നു. ഈ സംഭവം സഫാനയുടെ സഹോദരനായ അദീ ഇബ്നു ഹാത്തിമിനെ വലിയ രീതിയിൽ സ്വാധീനിച്ചു. പിതാവിന് മരണശേഷം തയ്യ് ഗോത്രത്തിന്റെ നേതൃത്വം അദീയിനായിരുന്നു. അദീ ഇബ്നു ഹാത്തിം ഇബ്നു അബ്ദുല്ല ഇബ്നു സഅദ് അൽ തായി എന്ന അദീയി, അദ്ദേഹം ക്രൈസ്തവ വിശ്വാസിയായിരുന്നു. പിന്നീട് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു. പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രമുഖ സഹാബികളിൽ ഒരാളായി ഇദ്ദേഹം ഇറാഖ് വിജയത്തിൽ പങ്കാളിയാവുകയും പിന്നീട് കൂഫയിൽ താമസിക്കുകയും ചെയ്തതായി ഇബ്നു ഹജറിനെ പോലുള്ള പ്രശസ്തർ രേഖപ്പെടുത്തുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ സഹോദരി സഫാനയും ഇസ്ലാം സ്വീകരിച്ചതായി ഇസ്ലാമിക ചരിത്ര പരമ്പരകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒട്ടനവധി നാടോടി കഥകൾ പ്രചാരത്തിലുണ്ടെങ്കിലും ഹത്തീം തായി കേവലം ഒരു കെട്ടുകഥയിലെ നായകനല്ല. അറബ് ചരിത്രത്തിൽ ദാനശീലത്തിൻ്റെയും മാനവികതയുടെയും ശാശ്വത പ്രതീകമായി ഇന്നും ചിരപ്രതിഷ്ഠ നേടിയ ഒരു യഥാർത്ഥ ചരിത്ര പുരുഷൻ തന്നെയാണ്.